കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് കള്ളക്കടപ്പുറത്ത് തിരയിൽപ്പെട്ട് കാണാതായ യുവാക്കൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെയാണ് കുളിക്കാൻ കടലിലിറങ്ങിയ വലിയന്നൂർ പട്ടാനൂർ സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത്. കോസ്റ്റൽ പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. ഇന്ന് രാവിലെ പുനരാരംഭിച്ച തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കോസ്റ്റൽ പോലീസും ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളും ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. ഈ ബോട്ടിന്റെ അടക്കം സഹായത്തോടെ, മറൈൻ ബോട്ടിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ തെരച്ചിൽ കടലിൽ നടത്തുന്നത്. പക്ഷേ രണ്ടുപേരാണ് കാണാതായത്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 4:45 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കടലിൽ കുളിക്കുന്നതിനിടെ രണ്ട് യുവാക്കൾ, ഒന്ന് കണ്ണൂരിനടുത്തുള്ള വലിയന്നൂർ സ്വദേശിയാണ്, മറ്റൊരാൾ പട്ടാനൂർ സ്വദേശിയാണ്. ഈ രണ്ടുപേരെയാണ് കാണാതായത്. അവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് കള്ളക്കടപ്പുറം എന്ന സ്ഥലമാണ്. അപ്പോൾ കടൽ പ്രക്ഷുബ്ധമാണ്. അതും ഈ തെരച്ചിലിന് ഒരു നേരിയ രീതിയിലെങ്കിലും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ കടലെടുക്കുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തെരച്ചിൽ, മത്സ്യത്തൊഴിലാളികളൊക്കെ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എങ്ങനെ, ഏത് രീതിയിലായിരുന്നു തെരച്ചിൽ നടക്കുന്നത്? ഇന്ന് രാവിലെ കല്ലിൻ്റെ ഉള്ളിലെല്ലാം പരതിയത്. കല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാനാണ് സാധ്യത. കല്ലിൻ്റെ ഉള്ളിൽ പരതി രാത്രി നേരം വെളുക്കുന്നവർ പരതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും കണ്ടിട്ടില്ല. ഒന്നെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ അല്ല, ഇന്ന് ശാന്തമായ കടലാണ്. ഇത് ശരിയായ ഒരു കടലിൽ ഇറങ്ങി നോക്കുന്ന ഒരാൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങി വലയെടുത്തിട്ട് പോയിട്ട് നോക്കിയിട്ടുണ്ട്. അയാൾ പറഞ്ഞ് ഇവിടെ ഒന്നും ഇല്ലെന്നാണ്. തിരമാല ഇങ്ങനെ അടിച്ച് കരയിലേക്ക് ഒരുപക്ഷെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്ത്, ഈ കല്ലുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവിധ സേനകളും ആ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. അങ്ങനെ തെരച്ചിൽ ഇനിയും തുടരാൻ തന്നെയാണ് തീരുമാനം. കണ്ണൂരിൽ നിന്നും ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.